ദേശാഭിമാനി മുഖപ്രസംഗം 2024 സെപ്റ്റംബർ 27. സങ്കടത്തിരയിലും ഉയർന്നു കേരളമെന്ന ഒറ്റ മനുഷ്യൻ. സമീപകാലത്തൊന്നും ഒരാൾക്കായി കേരളം ഇത്ര സമയം കാത്തിരുന്നിട്ടില്ല. ഒരു കുടുംബത്തിൻ്റെ വേദന ഇത്രത്തോളം കേരളത്തെ അലട്ടിയിട്ടുമില്ല. ഒടുവിൽ 72-ാം നാൾ ഉത്തര കർണാടക ജില്ലയിൽ അങ്കോളയ്ക്കടുത്ത് ഷിരൂരിൽ ഗംഗാവലി പുഴയിൽ നിന്ന് കേരളത്തിൻ്റെ കാത്തിരിപ്പിനുള്ള ഉത്തരം ലഭിച്ചു. കോഴിക്കോട് കണ്ണാടിക്കൽ സ്വദേശി അർജുൻ ഇനിയില്ല എന്നുറപ്പായി. DNA പരിശോധനയെന്ന സാങ്കേതികത്വം മാത്രമേ ബാക്കിയുള്ളൂ. മൃതദേഹം ഏറ്റുവാങ്ങാൻ സങ്കടത്തോടെ കാത്തിരിക്കുകയാണ് കേരളം. കഴിഞ്ഞ ജൂലൈ 16 രാവിലെ 8:30-ക്കുള്ള മണ്ണിടിച്ചിലിൽ ദേശീയപാത 66 ഷിരൂരിലാണ് ട്രക്കിനൊപ്പം അർജുൻ ഗംഗാവലിപ്പുഴയിൽ പതിച്ചത്. 73 മണിക്കൂർ കഴിഞ്ഞ ശേഷമാണ് അർജുൻ്റെ വീട്ടുകാരുടെ സങ്കടപ്പുഴ കടലായി കേരളത്തിൽ പടർന്നത്. അന്ന് കേരളം ഒറ്റ മനുഷ്യനായി എഴുന്നേറ്റുനിന്ന് അർജുൻ്റെ തിരിച്ചുവരവിനായി പൊരുതി. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളാകെ ഷിരൂരിൽ കാര്യക്ഷമമായ തിരച്ചിലിനായി കർണാടകത്തിൽ സമ്മർദ്ദം ചെലുത്തി. ആദ്യത്തെ അലംഭാവം വെടിഞ്ഞ് കർണാടകത്തിനും തെരച്ചിൽ ശക്തമാക്കേണ്ടി വന്നു. ജൂലൈ 19 മുതൽ കഴിഞ്ഞ ബുധൻ വരെ 3 ഘട്ടമായി നടത്തിയ തെരച്ചിലിലാണ് ഒടുവിൽ ഫലം കണ്ടത്. ജൂലൈ 19 മുതൽ 29 വരെയും ആഗസ്റ്റ് 13 മുതൽ 16 വരെയും നടന്ന 2 ഘട്ട തെരച്ചിലിലും ഫലം കാണാതെ വന്നതോടെ കർണാടക മുഖ്യമന്ത്രിക്ക് വീണ്ടും കത്തെഴുതേണ്ടി വന്നു. ഇതിനിടയിൽ ഷിരൂരിലെത്തിയ മന്ത്രി PA മുഹമ്മദ് റിയാസും AK ശശീന്ദ്രനും കൂടുതൽ മികച്ച ഉപകരണങ്ങൾ എത്തിക്കണമെന്ന് കർണാടകത്തോട് അഭ്യർത്ഥിച്ചു. സുപ്രീം കോടതിയിൽ മലയാളി അഭിഭാഷകൻ നൽകിയ ഹർജിയിൽ കർണാടക ഹൈക്കോടതിയും ഇടപെട്ടു. ഇതോടെയാണ് സെപ്റ്റംബർ 17 ഗോവയിൽ നിന്നും കൂറ്റൻ ഡ്രഡ്ജർ എത്തിച്ച് തെരച്ചിൽ നടത്താൻ കർണാടകം തീരുമാനിക്കുന്നത്. 1 കോടി രൂപയോളം ചെലവിട്ട് അതെത്തി. തെരച്ചിൽ തുടങ്ങി 4-ാം നാളാണ് ശരീരഭാഗം മാത്രമായി അർജുനെ ഗംഗാവലിപ്പുഴ തിരികെ തന്നത്. നീണ്ട കാത്തിരിപ്പിനും കടുത്ത സങ്കടത്തിനുമപ്പുറം അർജുനായുള്ള തെരച്ചിൽ കേരളമെന്ന ഒറ്റ മനസ്സിൻ്റെ എക്കാലത്തെയും തിളങ്ങുന്ന ഉദാഹരണമാണ്. പുഴയിൽ വീണ ട്രക്കും അതിലെ ഡ്രൈവറും കേരള രാഷ്ട്രീയത്തിൽ അത്രയ്ക്കും VIP ആണോ? അതോ കേരള മുഖ്യമന്ത്രിയുടെ ബന്ധുവാണോ? തെരച്ചിലിനെത്തിയ മലയാളികളോട് അവിടത്തുകാർ ചോദിച്ച ചോദ്യം ഇതാണ്. അർജുൻ എന്ന ട്രക്ക് ഡ്രൈവർ പോലും കേരളത്തിൽ VIP ആണ് എന്നാണ് കർണാടകത്തിൻ്റെ സംവിധാനത്തെ നോക്കി ട്രക്കുടമ മനാഫ് അന്ന് പ്രതികരിച്ചത്. തെരച്ചിലിൽ ഫലം വൈകുന്നതോടെ സമൂഹമാധ്യമങ്ങളിൽ വന്ന ചില പ്രതികരണങ്ങളും ഈ സമയം കാണാതിരുന്നുകൂടാ. കണ്ണീർ വറ്റിയ അർജുൻ്റെ കുടുംബത്തെയും ട്രക്കുടമ മനാഫിനെയും നിർലജ്ജം അപഹസിക്കാനും കേരളമെന്ന് പരിഹസിക്കുന്ന ചിലർ തയ്യാറായി. അതിനുള്ള മറുപടി കൂടിയാണ് മനാഫ് ട്രക്ക് കണ്ടെത്തിയ നിമിഷം ലോകത്തോട് പറഞ്ഞത്. എനിക്ക് ട്രക്ക് വേണ്ട, അത് പുഴയിൽ തള്ളിയേക്കൂ. ചേതനയറ്റെങ്കിലും അർജുനെ മാത്രം മതി. അതവൻ്റെ അമ്മയ്ക്ക് ഞാൻ നൽകിയ വാക്കാണ്. കേരള മനസാക്ഷിയുടെ വിങ്ങുന്ന മറുപടിയാണ് മനാഫിലൂടെ പുറത്തു വന്നത്. നമ്മളിങ്ങനെയാണ്, കേരളം ഇങ്ങനെയാണ്. ഏത് ദുരന്തമുഖത്തും കേരളമെന്ന ഒറ്റ മനുഷ്യൻ മനാഫായും അദ്ദേഹത്തിൻ്റെ ജാതിമത ഭേദമില്ലാത്ത സൗഹൃദമായും അതിജീവിക്കും. മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യയ്ക്ക് നന്ദി അറിയിച്ചെഴുതിയ കത്തിൽ ഇങ്ങനെ പറയുന്നു. തെരച്ചിൽ ഊർജിതപ്പെടുത്തുന്നതിനായി മനാഫ് നടത്തിയ ഇടപെടൽ ഉന്നതമായ മാനവികതയുടെ ഉദാത്ത മാതൃക കൂടിയാണ്. ഇത്തരം ഉദാത്തമായ മാനവികമായ വറ്റാത്ത മാതൃക കൂടിയാണ് കേരളം എന്ന് ഒരിക്കൽ കൂടി ഷിരൂർ സംഭവങ്ങൾ അടിവരയിടുന്നു.